വെൽക്കം ബാക്ക് ടു ബ്രേക്കിംഗ് അവേഴ്സ് സ്പെഷ്യൽ ലൈവ്-തോൺ. എല്ലാം കൂടി ഇടിഞ്ഞു വീഴുമോ? സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ, സർക്കാർ ഓഫീസുകൾ, അവയിലേക്കൊക്കെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക്, ആശുപത്രികളാണെങ്കിൽ അവയെ ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് ഒക്കെ സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ ഒന്ന് ശരിയാക്കണം. ചിലയിടത്തൊക്കെ ഒന്ന് കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചാൽ മതി. ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. എന്നാൽ ചിലയിടത്ത് കെട്ടിടം മാറ്റി പ്രവർത്തിക്കേണ്ട സാഹചര്യവുമുണ്ട്. നമ്മളിപ്പോൾ തിരുവനന്തപുരവും ആലപ്പുഴയും പിന്നിട്ട് നേരെ വയനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വയനാട് വൈത്തിരിയിലേക്കാണ് പോകുന്നത്. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ എത്തുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് താലൂക്ക് ഓഫീസ്. അറിയാമല്ലോ, വൈത്തിരി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് നമുക്കൊന്ന് പോകാം. താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ ദൃശ്യങ്ങൾ ഇതാ വന്നു കഴിഞ്ഞു. ഞാൻ കൂടുതൽ പറയേണ്ടല്ലോ, ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ കെട്ടിടമാണ്. സ്ത്രീകളടക്കം അവിടെ ഈ ദുരിതത്തിൽ ജോലി ചെയ്യുന്നത് 14 പേരാണ്. സപ്ലൈ ഓഫീസിലെ ശൗചാലയത്തിലേക്ക്, ശുചിമുറിയിലേക്ക് പോയാൽ അതിന് മേൽക്കൂലയുമില്ല. ആ ദുരിതം നമുക്കൊന്ന് കാണാം. കെട്ടിടം മാറാനായി സിവിൽ സപ്ലൈസ് ഡയറക്ടറേറ്റിൽ നിന്ന് ഉത്തരവുണ്ടായി. പക്ഷേ നടപടിയില്ല. വൈത്തിരിയിലെ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് നമ്മൾ പോകുന്നു. ദീപക് മോഹൻ ചേരുന്നു തത്സമയം. ഗുഡ് മോർണിംഗ് ദീപക് മോഹൻ. ഒട്ടും ഓക്കെ അല്ലല്ലോ കെട്ടിടം. ശുചിമുറിക്ക് പോലും ഒരു സുരക്ഷയില്ല, അല്ലെങ്കിൽ സൗകര്യങ്ങളില്ല. ഇങ്ങനെ ഇത് കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? വെരി ഗുഡ് മോർണിംഗ് സുജ പാർവതി. ഞാനിപ്പോൾ ഉള്ളത് വൈത്തിരിയിലെ താലൂക്ക് സപ്ലൈ ഓഫീസിലാണ്. ഇത് 20 വർഷത്തിലധികമായി ഇത്തരത്തിലൊരു അവസ്ഥയിലാണ്. കാരണം മുൻപ് വൈത്തിരി പഞ്ചായത്ത് പ്രവർത്തിച്ചിരുന്ന കെട്ടിടമായിരുന്നു ഇത്. ഇപ്പോൾ ഇവിടെ 14ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഉള്ളത് ഈ സിവിൽ സപ്ലൈസ് ഓഫീസിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഭാഗത്തൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഓഫീസിൽ ആവശ്യമുള്ള ഫയലുകളാണ്. ആ ഫയലുകൾ അവിടെ ഓഫീസിൽ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഒരു ശുചിമുറിയുണ്ട്. ആ ശുചിമുറി എന്ന് പറയുന്നത് കാലങ്ങളായി ഉപയോഗിക്കാതെ ഈ അടച്ചിട്ടിരിക്കുന്ന ശുചിമുറിയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം കുറേ കമ്പ്യൂട്ടറുകളുടെ മോണിറ്ററുകളും മറ്റനുബന്ധ സാമഗ്രികളും സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് അടിയിലായിട്ടാണ് ഈ ശുചിമുറിയുടെ ക്ലോസറ്റ് ഉള്ളത്. പക്ഷേ ഇവിടെ ഈ ശുചിമുറിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ട് മാത്രമല്ല ഈ ഫയലുകളൊക്കെ ഇവിടെ വന്ന് കെട്ടി, അതായത് അപ്പുറത്തെ ഓഫീസിലേക്ക് ഉപയോഗിക്കേണ്ട ഫയലുകളാണ്. ആ ഫയലുകൾ ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. പിന്നീട് ഇവിടെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ വന്നു. മാത്രമല്ല ഈ കെട്ടിടത്തിൻ്റെ ഒരു ശോചനീയാവസ്ഥ എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ മുകളിലുണ്ടായിരുന്ന ഈ സൺഷെയ്ഡ് എന്ന് പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് തകർന്ന് ഒരു വാഹനത്തിന് മുകളിലേക്ക് വീണതാണെന്ന് ഇവിടെ വന്നപ്പോൾ നമ്മളൊരു ജീവനക്കാരൻ പറഞ്ഞു. അകത്തേക്ക് നമുക്ക് കയറിയ കൂടുതൽ ദൃശ്യങ്ങൾ വ്യക്തമാകും. 14ഓളം ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ചുമരുകളിൽ തൊട്ട് കഴിഞ്ഞാൽ ഷോക്കടിക്കുന്നു. അതുപോലെ തന്നെ ഫയലുകളെല്ലാം ചോർന്നൊലിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് താലൂക്ക് സപ്ലൈ ഓഫീസർ ഇരിക്കുന്ന ക്യാബിനാണ്. ബോർഡുണ്ട്. ഇതിന് മുകളിലായിട്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അതായത് നനഞ്ഞിരിക്കുന്നു. ഈ കെട്ടിടത്തിന് മുകളിൽ വലിയൊരു ടവറുണ്ട്. ആ ടവറിന് അടിയിലായാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് മാഡം ഇതിനകത്ത് ഇരിക്കുന്നത്? നമുക്ക് വേറെ വഴിയില്ലല്ലോ, ഇവിടെ തന്നെ ഇരിക്കാനല്ലേ പറ്റുള്ളൂ. നേരെ മാഡം ഇരിക്കുന്നതിന് നേരെ മുകളിലായിട്ടാണ് ടവർ ഉള്ളത്. അതെ അതെ അതെ. പേടിയുണ്ടോ? തീർച്ചയായിട്ടും പേടിയുണ്ട്. പ്രാർത്ഥിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. സിവിൽ സപ്ലൈ താലൂക്ക് സപ്ലൈ ഓഫീസറാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ഈ ബിൽഡിങ്ങിനകത്തെ ദൃശ്യങ്ങളുടെ നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇതിനകത്ത് സ്ത്രീകളടക്കമുള്ള നിരവധി ജീവനക്കാർ ജീവനും കയ്യിൽ പിടിച്ചാണ് ദിവസവും ജോലി ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ ശൗചാലയം. അതായത് നിലവിൽ 14 ജീവനക്കാർക്കായുള്ള ഒരേ ഒരു ശൗചാലയം. അതിന് മുകളിൽ മേൽക്കൂരയില്ല, പകരം ഒരു ഫ്ലെക്സ് ഇട്ട് അടച്ചിട്ടിരിക്കുകയാണ്. ഫ്ലെക്സ് ഇട്ട് മൂടിയാണ് ഇതിനകത്ത് ഈ ശങ്കകൾ ഇവർ ചെയ്യുന്നത്. അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ ഫ്ലെക്സ് ഇട്ടാണ് നമുക്കതൊന്ന് ഫുൾ സ്ക്രീനിൽ കാണിക്കാവുന്നതാണ്. പിസേർ അതൊന്ന് ശ്രദ്ധിക്കൂ. അതൊന്ന് ഫുൾ സ്ക്രീനിൽ കാണിക്കാം ദീപക് മോഹനെ. ദീപക് മോഹൻ, വൈത്തിരിയിലെ ആ ശുചിമുറി എന്ന് പറയുന്നത് നമ്മൾ നമ്പർ 1 എന്ന് അഭിമാനിക്കുമ്പോഴാണ് ആ ശുചിമുറി ഇങ്ങനെ കിടക്കുന്നത്. ഒരു ഗ്രാമീണ മേഖലയിൽ എവിടെയെങ്കിലും തട്ടിക്കൂട്ടിയ ഒന്നല്ല. നോക്കൂ, എന്തിന്റെയാണ്, ഏത് പരിപാടിയുടെ ഫ്ലെക്സ് ബോർഡാണ്?
ഇങ്ങനെ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റി മാറ്റി സ്ഥാപിച്ച് ഒരു ശുചിമുറി, ആ ശുചിമുറി ഉപയോഗിക്കേണ്ടി വരുന്നത് സർക്കാർ ജീവനക്കാർക്കാണ്. സർക്കാർ ഇത് കാണണം. അതായത് ഒരു സർക്കാർ ഓഫീസിലെ ശുചിമുറിയുടെ കാഴ്ചയാണ് റിപ്പോർട്ടർ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നോക്കൂ, ആ ഫ്ലെക്സ് ബോർഡ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അതിന് മേൽക്കൂരയില്ല. മേൽക്കൂരയായി ഒരു ഫ്ലെക്സ് ഇട്ട് മൂടി ഒരു ശുചിമുറി ഉപയോഗിക്കേണ്ട ഗതികേടാണോ സംസ്ഥാനത്തെ ഒരു സർക്കാർ സ്ഥാപനത്തിന് വരേണ്ടത്? സാധാരണക്കാർ ഏറ്റവും കൂടുതൽ വരുന്ന വൈത്തിരി താലൂക്ക് സപ്ലൈ ഓഫീസാണിത്. വൈത്തിരി താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ ശുചിമുറിയുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതാണ് ഈ ഒരു ശുചിമുറിയാണ് അവിടെയുള്ള 14 ജീവനക്കാരും ഉപയോഗിക്കുന്നത്. ഇത് നന്നാക്കുന്നതിനോ അല്ലെങ്കിൽ അതിനൊരു മേൽക്കൂര സ്ഥാപിക്കുന്നതിനോ പണമില്ലാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ് ഈ അവഗണന? വൈത്തിരി താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഈ ഒരു അവഗണന എന്ന് പറയുന്നത് ഇതുപോലെയുള്ള മറ്റിടങ്ങളും ഉണ്ടാകാം. നമ്മളിതൊരു സ്പെസിമെനായി എടുക്കുകയാണ്. വൈത്തിരിയിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി കിടക്കുന്ന ഒരു കെട്ടിടം, ആ കെട്ടിടത്തിന്റെ ശുചിമുറിക്ക് ഫ്ലക്സ് ഇട്ട മേൽക്കൂര. നന്നായിട്ടുണ്ട് ദീപക്. സുജിയ, മറ്റൊരു കാര്യം, ഈ കെട്ടിടത്തിന് മുകളിൽ ഒരു ടവറുണ്ട്. BSNL ടവറാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് പണി പൂർത്തീകരിച്ച് ഇപ്പോൾ അത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു ടവറാണ്. ആ ടവറിന് കീഴിലിരുന്നാണ് ഈ സ്ത്രീകളടക്കമുള്ള 14ഓളം ജീവനക്കാർ ഈ ഓഫീസിനകത്ത് ജോലി ചെയ്യുന്നത്. ജീവനും കയ്യിൽ പിടിച്ചാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമ്മളിപ്പോൾ ഈ താലൂക്ക് സപ്ലൈ ഓഫീസറോട് സംസാരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ആദ്യം വൈത്തിരി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടമായി പ്രവർത്തിച്ചിരുന്നു. പിന്നീട് ആണ് ഈ സിവിൽ സപ്ലൈ ഓഫീസിനായിട്ട് ബിൽഡിംഗ് വിട്ടുകൊടുത്തത്. അതിൽ തന്നെ പരിമിതികളുടെ വലിയ ഒരു അസൗകര്യങ്ങൾക്കിടയിലാണ് ഇവർ ജീവിക്കുന്നത്. നമുക്ക് കാണാം ഈ ദൃശ്യങ്ങൾ. അതായത് ഈ മുകളിലേക്ക് കയറുന്ന ഈ ഭാഗത്ത് 3 പാളി ഒരു ജനലുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട് പുറത്ത് ആളുകൾക്ക് പ്രദർശിപ്പിക്കാനായിട്ടുള്ള ബോർഡാണ്. പക്ഷേ ആ ബോർഡ് പോലും സ്ഥാപിക്കാൻ സ്ഥലമില്ലാത്തതിനെ തുടർന്ന് അവിടെ ചാരി വെച്ചിരിക്കുന്ന അവസ്ഥ. ഈ കെട്ടിടത്തിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കാണാം. പഴകിയ കെട്ടിടത്തിൻ്റെ ഈ കാല് ദ്രവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്കയിടങ്ങളിലും വിള്ളൽ വന്നു. ഏത് നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞ് നിലം പൊത്താവുന്ന ഒരു അവസ്ഥയുള്ളൊരു ബിൽഡിംഗാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഭാഗത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ടവറുള്ളത്. ആ ടവറിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതായത് വൈത്തിരി ടൗണിലുള്ള സിവിൽ സപ്ലൈസിൻ്റെ കെട്ടിടമാണിത്. ഈ കെട്ടിടത്തിൻ്റെ ഒരു അവസ്ഥയാണ്. നിരവധി തവണ അധികൃതർക്ക് മുമ്പിൽ ഇവർ ഈ പരാതി ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർ വളരെ അവിടെ ശുചിമുറി ഫ്ലക്സ് ഇട്ട് വെച്ചിരിക്കുന്നു. ഇതിപ്പോൾ ദീപക് നടന്നു പോകുന്ന ഭാഗങ്ങൾ അത് ഏതാണ് എന്ന് കൂടി സർക്കാർ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടെങ്കിൽ ഇതിങ്ങനെ ഇട്ടേക്കില്ലല്ലോ. ഈ പൊളിഞ്ഞു കിടക്കുന്നതൊക്കെ ഏത് ഭാഗമാണ് താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ? സുജിയ, അതായത് വൈത്തിരി ടൗണിൽ ഇരുനില കെട്ടിടമായ വൈത്തിരി ടൗണിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത്. അതായത് ഈ സിവിൽ സപ്ലൈ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടമുള്ളത് ഇരുനില കെട്ടിടമാണ്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടമാണ്. നമ്മൾ ആദ്യം ദൃശ്യങ്ങളിൽ കാണിച്ചത് സിവിൽ സപ്ലൈ ഓഫീസിൻ്റെ ഒന്നാമത്തെ നിലയിലുള്ള ഈ ഫയലുകളെല്ലാം കെട്ടിക്കിടക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് കാണിച്ചത്. അതിനുശേഷം നമ്മൾ കാണിച്ചത് ഈ കെട്ടിടത്തിൽ ജോലി ചെയ്യുന്ന സിവിൽ സപ്ലൈ താലൂക്ക് ഓഫീസർ അടക്കമുള്ള ആളുകളുടെ ദൃശ്യങ്ങൾ. അവരെത്ര അരക്ഷിതാവസ്ഥയിലാണ് ഇവിടെ ജോലി ചെയ്യുന്നുള്ള രീതിയിലുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ആ ശുചിമുറിയുടെ അവസ്ഥയും, അതായത് ഈ ശുചിമുറി എന്ന് പറയുന്നത് മുകളിൽ മേൽക്കൂരയില്ലാതെ മുകളിൽ ഒരു ഫ്ലക്സ് ഇട്ട് മറച്ചിട്ടാണ് ഇവർ കാര്യങ്ങൾ സാധിക്കുന്നത്. ആ ബിൽഡിങ്ങിന് മുകളിലുള്ള ടവറാണിത്. അതായത് ആ ടവറിൻ്റെ കാലാണിത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ ടവർ കാണുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ കെട്ടിടത്തിന് മുകളിലാണ് ഈ ടവർ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ടവറിൻ്റെ കാലെല്ലാം അതായത് ഈ കാലെല്ലാം തന്നെ ക്ഷയിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും നിലമ്പത്താവുന്ന രീതിയിൽ തന്നെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വരാം. ഇതാണ് BSNL ഈ ടവറിൻ്റെ ഈ കെട്ടിടത്തിന് മുകളിലുള്ള ഓഫീസ്. ഈ ടവർ ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. ഇത് പ്രവർത്തിക്കുന്നില്ല. ഇതിനകത്തുള്ള വയറിംഗ് എല്ലാം പറിച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഈ കെട്ടിടത്തിന് ഏറ്റവും മുകളിലുള്ള അവസ്ഥയാണിത്. ശൗചാലയം മാത്രമല്ല, ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല. ആളുകൾ വലിയ ആ കെട്ടിടം തന്നെ മൊത്തത്തിൽ ഒന്ന് നന്നാക്കി എടുക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ദൃശ്യങ്ങളാണ് ദീപക് മോഹൻ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ദീപക്, മഴ പെയ്താൽ എങ്ങനെയാണ്? ചോർച്ചയാണോ, വെള്ളക്കെട്ടാണോ? എന്താണ് അവിടുത്തെ യഥാർത്ഥ പ്രശ്നം? ഈ 3 മാസങ്ങൾക്ക് മുൻപ് വരെ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും പുറത്തു പോവില്ല. എല്ലാ മഴയും ഈ കെട്ടിടത്തിനകത്താണെന്നാണ് നമ്മൾ നേരത്തെ വന്നപ്പോൾ ഒരു ജീവനക്കാരൻ നമ്മളോട് പറഞ്ഞത്.